നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചത് നികുതി ഘടന മാത്രമെന്നും നിയമസഭയിൽ വിശദീകരണം. PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും VD സതീശൻ. സ്വകാര്യവൽക്കരണം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി DYFIയുടെ പ്രതിഷേധം. PM ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അംബാസിഡർ ആകാനാണെന്ന് പ്രതിപക്ഷം. ധാരണാപത്രത്തിന് നിയമസാധുത ഇല്ലെന്നും പ്രതിപക്ഷം. സംസ്ഥാന താൽപര്യം ബലികഴിച്ച് കരാറിൽ ഒപ്പിട്ടത് LDF എന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തിരുവനന്തപുരം നഗരസഭയിലെ 19 BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. നടപടി സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെന്ന് കോടതി. വടക്കഞ്ചേരിയിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കി. കപ്പൽ എണ്ണത്തിൽ 1000 തികച്ചു വിഴിഞ്ഞം തുറമുഖം. MSCയുടെ മദർഷിപ്പ് ലൂസിയാന ബർത്ത് ചെയ്തു. നേട്ടം ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപേ. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ ഇന്ന് രാത്രി മുതൽ. C ഗ്രൂപ്പിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം പുലർച്ചെ 3:30-ക്ക്. നെയ്മർ ഇറങ്ങും. ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തും ഒരുപോലെ പ്രതിഷേധം കടുത്തപ്പോൾ മദ്യനയത്തിലെ തീരുമാനം UDFന് വിട്ട് മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചത് നികുതി ഘടന മാത്രമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം ബജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബില്ലിന് വിടരുതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ നിലപാടെടുത്തു. സ്വകാര്യവൽക്കരണം സർക്കാർ അനുവദിക്കില്ലെന്നും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക മാത്രമാണ് ബജറ്റിലെ നിർദ്ദേശമെന്നും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കുക. അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല, പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. ഇക്കണോമിക് മോഡൽ ഉണ്ടാവും. ആ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. സാർ, അവർക്കൊരു പങ്കാളിത്തം വേണ്ടേ? നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സാർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. സംഘപരിവാർ നയങ്ങൾക്ക് കീഴടങ്ങാതെ സംസ്ഥാന താൽപര്യം സംരക്ഷിച്ച് PM ശ്രീയിൽ തുടർ നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ. MOU ഒപ്പിട്ട LDF സർക്കാരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നും കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ആവർത്തിച്ചു. നിലപാടിൽ നിന്നുള്ള UDFന്റെ പിന്നോട്ടുപോക്ക് ലജ്ജാകരമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. LDFനെ ചാരി RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുകയാണ് UDF ചെയ്യുന്നതെന്നും വിമർശനം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. LDFിലും UDFിലും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കിയ PM ശ്രീ പദ്ധതിയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന പ്രതിപക്ഷം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാർ മരവിപ്പിച്ച പദ്ധതി UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ അജണ്ട സംരക്ഷിക്കാനാണെന്ന് പ്രമേയ അവതാരകനായ P പ്രസാദ് ചോദിച്ചു. ധാരണാപത്രത്തിന് നിയമസാധുത ഇല്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇവിടെ വാസുകി ഒപ്പിട്ടിരിക്കുന്ന
വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം കേരള ഗവർണറുടെ പേരിലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലോ അല്ല. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ MOU-ന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. കൂടാതെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ സിഗ്നൽ സാർ, ഇത്രയും ഗൗരവതരമായ ഈ പ്രശ്നം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതേസമയം LDF സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണിതെന്നും കരാറിലെ എല്ലാ പഴുതും അടച്ചാണ് കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ആരോപിച്ചു. ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം പോരാട്ടം നടത്തുന്നതെന്നും N. ഷംസുദ്ദീൻ പരിഹസിച്ചു. സംഘപരിവാറിന്റെ ആശയത്തിനു മുന്നിൽ കീഴടങ്ങില്ലെന്നും സംസ്ഥാന താൽപര്യം സംരക്ഷിച്ച് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതാണ്, മെയ് 8 വന്ന കത്ത്, മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ, അതിൽ യാതൊരു സംശയവുമില്ല. PM ശ്രീക്കെതിരെ പ്രതിഷേധിച്ചവർ ഭരണത്തിൽ വന്നപ്പോൾ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് ലജ്ജാകരമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. LDFനെ ചാരി RSS അജണ്ട നടപ്പാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് തടഞ്ഞ് തൃശൂരിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. മദ്യമാഫിയകളെ സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനം സാമൂഹികമായ വിപത്തുകൾക്ക് വഴിയൊരുക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനം സർക്കാർ എത്രയും വേഗം തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് DYFI സമരമുഖത്തെത്തിയത്. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തൃശൂരിൽ സമരക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് DYFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം നടന്നു. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം പിരിഞ്ഞു പോകാൻ തുടങ്ങിയ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ബാരിക്കേഡ് മറികടന്ന് താലൂക്ക് ഓഫീസിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അവിടെ പോലീസുമായി ഉന്തും തള്ളുണ്ടായി. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലേക്കാണ് DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്ക് DYFI മാർച്ച് നടത്തി. മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രതിഷേധിച്ചു. കോഴിക്കോട് നടന്ന DYFI മാർച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. സിവിൽ സ്റ്റേഷന് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന UDFന്റെ ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ഫീസ് വർധന വിഷയത്തിൽ SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സമരഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സമരസ്ഥലത്തു നിന്നും ബ്ലേഡ് കണ്ടെത്തിയതോടെ ബ്ലേഡ് കൊണ്ടുവന്നത് പ്രതിഷേധക്കാരെന്ന് പോലീസാണെന്ന് പ്രതിഷേധക്കാരും ആരോപിച്ചു. കേപ്പ് IHRD കോളേജുകളിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം.
മദ്യക്കച്ചവടക്കാരെ സഹായിക്കാനായി സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന സർക്കാർ വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്നുവെന്നായിരുന്നു SFIയുടെ ആരോപണം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് നശിപ്പിച്ചതോടെ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇതോടെ സ്ഥിതി വഷളായി. പോലീസ് ബ്ലേഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മുറിവേൽപ്പിച്ചതായി SFIയും പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ പോലീസിനാണ് പരിക്കേറ്റതെന്ന് പോലീസും ആരോപിച്ചു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിയൊതുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് SFI. ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു സമരം SFI നടത്തിയാൽ ആ സമരം എങ്ങനെയാണ് ഈ നാട്ടിലെ പോലീസിന് അത് നടത്തിക്കൂടാത്തൊരു സമരമായി മാറുന്നതെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? സാധാരണപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശം ഈ കേരളത്തിനകത്ത് ഒരാൾ ഉന്നയിച്ച് ഒരു സമരം പോലും നടത്തിക്കൂടാ എന്നാണോ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ലാത്തി ചാർജിലും ജലപീരങ്കി പ്രയോഗത്തിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. MLA മാരായ PA മുഹമ്മദ് റിയാസ്, V ജോയ് എന്നിവർ സ്ഥലത്തെത്തി വിദ്യാർത്ഥികളും പോലീസുമായും സംസാരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹൈക്കോടതി റദ്ദാക്കിയ തിരുവനന്തപുരം നഗരസഭയിലെ 19 BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ചട്ടപ്രകാരം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്ത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി ഇന്ന് അസാധുവാക്കിയത്. 4 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇന്ന് തന്നെ അടിയന്തരമായി സത്യപ്രതിജ്ഞ നടത്തുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജനി, 4 ആഴ്ചക്കകം സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ഹൈക്കോടതി. എന്നാൽ ബലിദാനികളുടേതും മറ്റും അടക്കമുള്ളവരുടെ പേരുകൾ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അസാധുവാക്കിയത്. ഈ കൗൺസിലർമാരോട് നേരത്തെ 4 ആഴ്ചക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ 20 പേരിൽ 19 കൗൺസിലർമാരും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ കോർപ്പറേഷന്റെ കൗൺസിൽ ഹാൾ മാറ്റി മറ്റ് കോർപ്പറേഷന്റെ ഹാളിൽ നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവർ ഈശ്വരനാമത്തിൽ ഇന്ന് നിയമപരമായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. കാപ്പ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ BJPയുടെ R സുഗതൻ മാത്രം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം രണ്ടാമത്തെ സത്യപ്രതിജ്ഞയും ഇപ്പോൾ ചട്ടവിരുദ്ധമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഈ കേസിൽ ഹർജി നൽകി വിധി നേടിയെടുത്തിട്ടുള്ള CPMന്റെ കോർപ്പറേഷനിലെ തന്നെ CPMന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് SP ദീപക് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും എല്ലാവർക്കും ഇത് സംബന്ധിച്ച കത്തുകൾ നൽകിയതിനു ശേഷമാണ് സത്യപ്രതിജ്ഞ നടത്തിയതെന്നും അപ്പോൾ അറിയിപ്പുകൾ അടക്കം നൽകിയിരുന്നതായും മേയർ VV രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ BJP തങ്ങളുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ 20 കൗൺസിലർമാരിൽ 19 കൗൺസിലർമാരും ഇന്ന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ശരി, രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത തുക ലഭിക്കാത്തതിൽ കൗൺസിലർമാരുടെ പ്രതിഷേധം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ LDF കൗൺസിലർമാർ പുലിമുഖം അണിഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് പുലികളി നടത്തുന്നത്. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത 3 ലക്ഷം രൂപ ലഭിച്ചില്ലെന്ന പരാതിയിൽ പുലികളി സംഘങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രഖ്യാപനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടും പണം ലഭിച്ചില്ലെന്നാണ് സംഘങ്ങളുടെ പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച LDF കൗൺസിലർമാർ പുലിമുഖമണിഞ്ഞാണ് യോഗത്തിനെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുലികളി സംഘങ്ങൾ ജില്ലാ കളക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണാൻ ഒരുങ്ങുകയാണ് സംഘങ്ങൾ. എന്നിട്ടും നടപടിയായില്ലെങ്കിൽ പരസ്യ സമരത്തിനിറങ്ങുമെന്ന് പുലികളി സംഘങ്ങൾ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തലാസീമിയ രോഗികളുടെ ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റ് വിതരണം മുടങ്ങിയത് രോഗികൾക്ക് ദുരിതമാകുന്നു. നിലവിൽ എറണാകുളത്ത് നിന്നും ഭീമമായ തുക മുടക്കി ഫിൽറ്റർ സെറ്റ് വരുത്തി രക്തം സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. രക്തം സ്വീകരിക്കുമ്പോൾ തലാസീമിയ രോഗികൾക്കുണ്ടാവുന്ന ഗുരുതരമായ പാർശ്വഫലം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് നിരന്തരം മുടങ്ങുകയാണ്.
മരുന്ന് കമ്പനികൾ പങ്കെടുക്കാതായതോടെ ടെൻഡർ നടപടികൾ മുടങ്ങിയത് കാരണം ഫിൽറ്റർ സെറ്റും ജീവൻ രക്ഷാ മരുന്നും മുടങ്ങുന്ന സ്ഥിതി നേരത്തെയും മെഡിക്കൽ കോളേജിലുണ്ട്. ബദൽ സംവിധാനം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രോഗികൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരുന്നു. തുടർന്ന് താൽക്കാലിക നടപടി എന്ന നിലയ്ക്ക് ലോക്കൽ പർച്ചേസ് നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ആശുപത്രികൾ സ്വന്തം നിലയ്ക്ക് ലോക്കൽ പർച്ചേസ് നടത്തി ഇവ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതും മുടങ്ങിയിരിക്കുകയാണ്. ചില കുട്ടികളെ ഈ ടെൻഡർ മുടങ്ങിയതിന്റെ കാരണം തന്നെ മരുന്നും ചികിത്സയും പഴിച്ച് മരിക്കാൻ പോലും ഇതിനിടയ്ക്ക് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സംഭവം അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഈ മാരക രോഗികളുടെ സമ്പൂർണ്ണ ചികിത്സ സൗജന്യമാക്കാമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ലോക്കൽ പർച്ചേസ് തന്നെ എല്ലായിടത്തും ഫലപ്രദമായിട്ടില്ല. കണ്ണൂർ, വയനാട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിലും ഇത് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. ടെൻഡർ മുടങ്ങിയപ്പോൾ മുതൽ രക്തബാങ്കുകളിൽ ഫിൽറ്റർ സെറ്റ് തീർന്നതിനാൽ 2 വർഷത്തോളമായി ദാതാക്കളിൽ നിന്നും ലൂക്കോസൈറ്റ് ഫിൽറ്റർ ചെയ്ത് രക്തം ശേഖരിക്കുന്ന പ്രക്രിയ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. തലാസിമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ സ്ഥിതിയാണ് ഫിൽറ്റർ മുടങ്ങിയത് കാരണം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തലാസിമിയ രോഗികൾക്കാവശ്യമായ ലൂക്കോസെറ്റ് ഫിൽറ്റർ സെറ്റും ജീവൻ രക്ഷാ മരുന്നുകളും നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള ബ്ലഡ് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെ 21 ആവശ്യങ്ങളടങ്ങിയ നിവേദനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൗൺസിൽ ഇതിനകം സമർപ്പിച്ചിട്ടുമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. താരസംഘടന അമ്മയിൽ നിന്നുള്ള രാജിയിൽ വിശദീകരണവുമായി നടി ശ്വേത മേനോൻ. തുടർച്ചയായി വ്യക്തി അധിക്ഷേപം നേരിട്ടപ്പോൾ നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിലാണ് രാജിയെന്ന് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചു. ആരുടെയും കളിപ്പാവയാകാൻ താല്പര്യമില്ല. കഴിഞ്ഞ 2 ടേമുകളിലെ അക്കൗണ്ടുകൾ കൃത്യമായി ഒരു ഫോറൻസിക് ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും ശ്വേത കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചാണ് ജനറൽ ബോഡി യോഗത്തിൽ നിന്നും ശ്വേത മേനോൻ ഇറങ്ങിപ്പോയത്. ബലഹീനത കൊണ്ടല്ല, ആത്മാഭിമാനം കൊണ്ടാണ് രാജിവെച്ചതെന്ന് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയാണ് തനിക്കെതിരെ നടന്നത്. പഴയ കമ്മിറ്റിയുടെ തെറ്റുകളെപ്പറ്റി അന്വേഷിക്കാതിരിക്കാൻ ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിച്ചെന്നും ശ്വേത ഫേസ്ബുക്കിലൂടെ ആരോപിച്ചു. അമ്മയുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈം നന്ദകുമാർ, മാർട്ടിൻ മേനാച്ചേരി തുടങ്ങിയവരെ മുന്നിൽ നിർത്തി തനിക്കെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും ചിലർ ഉന്നയിച്ചു. എന്നാൽ ഇവയെല്ലാം അതിജീവിച്ച് താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെന്നും ശ്വേത ചൂണ്ടിക്കാട്ടുന്നു. മുൻ കമ്മിറ്റി അംഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെയും വീഴ്ചകളെയും കുറിച്ച് അന്വേഷിക്കാൻ ചില തൽപര കക്ഷികൾ സമ്മതിച്ചില്ലെന്നും കഴിഞ്ഞ 2 ടേമുകളിലെ അക്കൗണ്ടുകൾ കൃത്യമായി ഒരു ഫോറൻസിക് ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും ശ്വേത കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. താൻ സംഖ്യയോ കമ്മിയോ അല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പരിപാടികളിലും താൻ പങ്കെടുത്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. ശ്വേത മേനോൻ പ്രസിഡന്റായ ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ കമ്മിറ്റി തുടരും. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി കല്ലറയിലെ ദുരൂഹത നീങ്ങി. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. 2006 അടക്കിയ മറിയയുടെയും 2015 അടക്കം ചെയ്ത ജെയിംസിന്റെയും മൃതദേഹങ്ങളാണ് കല്ലറയിലുള്ളത്. പായയുടെ കൂടെയുള്ളത് മറിയയുടെ പെട്ടി ജീർണിച്ചപ്പോൾ മൃതദേഹം മറിഞ്ഞു വീണതെന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ദുരൂഹത നീങ്ങിയതിൽ ആശ്വാസമുണ്ടെന്ന് പള്ളി വികാരി പ്രതികരിച്ചു. കോട്ടയം കാഞ്ഞിരപ്പള്ളി പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന റോബിൻ ബസിന്റെ പെർമിറ്റ് പുതുക്കിയില്ലെന്ന് ആരോപിച്ച് MVD ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞത്. എന്നാൽ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ കോടതി ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ബേബി ഗിരീഷ് ആരോപിച്ചു. പെർമിറ്റ് പുതുക്കുന്നതിന് ഉടമ ഫീസ് അടച്ചിട്ടില്ലെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടി. അത് ഓർഡറാണോ, അത് എന്തിന്റെ ഓർഡർ ആണെന്നുള്ള അറിയോ? ഇത് എന്തിന്റെ അല്ല, അത് പെർമിറ്റ് ആക്കി തരാൻ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പെർമിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഓടിയാൽ മതിയെങ്കിൽ അത് കാണിച്ചല്ലോ. ഡ്രൈവർ കാലാവധി അവസാനിച്ചിട്ടും പെർമിറ്റ് പുതുക്കാതെ റോബിൻ ബസ് സർവീസ് നടത്തുന്നു എന്ന് ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച രാത്രിയിൽ ഈരാറ്റുപേട്ടയിൽ വെച്ച് ബസ് തടഞ്ഞത്. ഓഗസ്റ്റ് മാസം വരെ പെർമിറ്റ് പുതുക്കി നൽകാൻ കോടതി ഉത്തരവുണ്ടെന്ന് ബസ് ഉടമ ബേബി ഗിരീഷ് അറിയിച്ചെങ്കിലും സർവീസ് തുടരാൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ബസ് കസ്റ്റഡിയിലെടുത്തതായും സ്റ്റേഷനിൽ കയറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഉടമയും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. മുമ്പ് ഗിരീഷിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ബസ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് നിലവിലെ വിഷയമെന്നും ഉദ്യോഗസ്ഥർ തന്റെ നേരെ പകപോക്കൽ തുടരുകയാണെന്നും ഗിരീഷ് ആരോപിച്ചു. ഒരു 8 മണിയോടുകൂടി വന്ന് വണ്ടി പിടിക്കുക ചെയ്ത്.
വണ്ടി പിടിച്ചപ്പോൾ പെർമിറ്റിന് എനിക്ക് കിട്ടുന്ന സാധനമല്ല, പെർമിറ്റ് ഇതിന് അപേക്ഷിച്ചിട്ടുള്ള കോടതി ഉത്തരവ് അപേക്ഷിച്ചിട്ട് കോടതിയിൽ നിന്ന് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ കഴിഞ്ഞ 16-ാം തീയതി രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഒരു നോട്ടീസോ ഒരു സാധനവും തരാതെ ഇവർ കൃത്യമായ അജണ്ടയുണ്ട്. ആ പഴയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ സാധനം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം കോടതി ഉത്തരവിന്റെ പകർപ്പ് സഹിതം പെർമിറ്റ് പുതുക്കി ലഭിക്കാൻ ഗിരീഷ് ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും പെർമിറ്റ് പുതുക്കാൻ ഫീസ് അടച്ചിട്ടില്ലെന്ന് RTO വ്യക്തമാക്കി. നമ്മളൊരു താൽക്കാലിക പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുതിയ താൽക്കാലിക പെർമിറ്റ് എടുക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ കോടതി ഓർഡർ മാനിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതിയതായിട്ടൊരു പെർമിറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 2023 മുതൽ താൽക്കാലിക പെർമിറ്റിലാണ് ബസ് സർവീസ് നടത്തിവരുന്നത്. ഓരോ തവണയും കാലാവധി തീരുമ്പോൾ അപേക്ഷ നൽകുകയും പെർമിറ്റ് പുതുക്കി ലഭിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇത്തവണയും അപേക്ഷ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ തന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഗിരീഷ് ആരോപിച്ചു. ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ബസ് ഉടൻ പുറത്തിറക്കുന്നില്ലെന്നും പെർമിറ്റിനു വേണ്ടി തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗിരീഷ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. കപ്പൽ എണ്ണത്തിൽ 1000 തികച്ച് വിഴിഞ്ഞം തുറമുഖം. MSCയുടെ മദർഷിപ്പ് ലൂസിയാന ബർത്ത് ചെയ്തു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപെയാണ് നേട്ടം. 1.5 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞം മാറി. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കം. 3 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ലോവർ സുബാൻസിരി, കെയ്പന്യോർ ജില്ലകളിലാണ് നാശനഷ്ടമുണ്ടായത്. ഒട്ടേറെ വീടുകൾ തകർന്നു. ദേശീയപാതയിലെ പാലം ഒലിച്ചുപോയി. കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഏലക്കയുടെ വില ഉയരുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ഏലക്ക വിളവെടുപ്പ് വൈകുകയാണ്. ഇടുക്കിയിലെ ഏലം കർഷകർ പ്രതിസന്ധിയിലാണ്. മഴയെ ആശ്രയിച്ചുള്ള കാർഷിക വിളയാണ് ഏലം. ഇത്തവണ സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല. തണുപ്പും മഴയും കൂടുതലുള്ള ചില പ്രദേശങ്ങളിൽ ആദ്യ വിളവെടുപ്പ് നടത്തിയെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലും ഏലക്ക വിളവെടുപ്പിന് പാകമായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഉൽപാദനം ഇടിയും. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ പോലെയുള്ള രോഗബാധകളും ഏലച്ചെടികളെ ബാധിക്കുന്നുണ്ട്. 28 ഡിഗ്രിയിൽ താഴെ നിന്നാൽ മാത്രമേ ഏലത്തിലെ കാ സെറ്റാവുള്ളൂ. ഈ പലപ്പോഴും പൂ വിരിയുന്നുണ്ട്, മഴ വല്ലപ്പോഴൊക്കെ പെയ്യുന്നുണ്ടല്ലോ, നനച്ചു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പൂ വിരിയുന്നുണ്ട്. പൂ വിരിഞ്ഞിട്ട് അത് മഞ്ഞപ്പിഞ്ചായിട്ട് പൊഴിഞ്ഞു പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു റൗണ്ട് കായ തോട്ടത്തിൽ, എനിക്ക് 4 ഏക്കർ സ്ഥലമുള്ളത്, ഒരു റൗണ്ട് കായ എടുക്കാനുള്ള മുഴുവൻ പൊഴിഞ്ഞു പോയി ചെയ്തു. പലതരത്തിലുള്ള മരുന്നുകളും വളങ്ങളൊക്കെ മാറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അനുകൂലമായ കാലാവസ്ഥയില്ലാത്തതിനാൽ ഏലച്ചെടികളിൽ പൂവ് വിരിയുന്നില്ല. കനത്ത മഴ പ്രതീക്ഷിച്ച് തോട്ടങ്ങളിൽ കുമ്മായവും സൾഫറുമൊക്കെ പ്രയോഗിച്ചതും തിരിച്ചടിയായി. ഈ മാസം ആദ്യം 2300 രൂപയായിരുന്നു ഏലക്ക വിലയെങ്കിൽ ഇപ്പോൾ 2700-ന് മുകളിലാണ് വില. വില ഉയരുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ഇടുക്കി. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളുള്ള പെരിങ്ങര പഞ്ചായത്തിലെ കൃഷിഭവൻ നാഥനില്ലാ കളരിയായി മാറുന്നു. 2018-ലെ പ്രളയത്തിൽ തകർന്ന കെട്ടിടത്തിന് പകരം പുതിയത് പണിയാൻ തുക അനുവദിച്ചെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത വാടക കെട്ടിടത്തിലാണ് കൃഷിഭവന്റെ പ്രവർത്തനം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളുള്ള അപ്പർ കുട്ടനാടൻ മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്താണ് തിരുവല്ല പെരിങ്ങര. 100 കണക്കിന് കർഷകർ ആശ്രയിക്കുന്ന പെരിങ്ങര കൃഷിഭവൻ ഇന്ന് അവഗണനയുടെ നടുവിലാണ്. 2018-ലെ മഹാപ്രളയത്തിലാണ് കൃഷിഭവന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും ബലക്ഷയത്തിലായത്. തുടർന്ന് അവിടെ നിന്ന് മാറി 1 കിലോമീറ്റർ അകലെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വാടക കെട്ടിടത്തിലാണ് കൃഷിഭവൻ ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2018-ലെ ഉണ്ടായ പ്രളയം മൂലം ഈ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി പുതിയ കെട്ടിടം പണിയാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 60 ലക്ഷം രൂപയാണ് പെരിങ്ങര കൃഷിഭവൻ പണിയുന്നതിന് 60-ഉം നേരടം കൃഷിഭവൻ പണിയുന്നതിന് വേണ്ടി 55 ലക്ഷം രൂപ ഈ 2 കൃഷിഭവനാണ് ജില്ലയിൽ മോഡലായി പണിയുന്നതിന് വേണ്ടി ക്രമീകരണം ചെയ്തു. പക്ഷേ 2 കൃഷിഭവന്റെയും നിർമ്മാണം നടത്താൻ കഴിഞ്ഞില്ല. 2 കൃഷിഭവനും പുതിയ നിർമ്മിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വാടക കെട്ടിടത്തിലേക്ക് മാറി. ഇപ്പം പഴയ കെട്ടിടവും ഇല്ല, അവിടുത്തെ അതിന്റെ ഫൗണ്ടേഷൻ പോലും ഇല്ല, അത് മണ്ണ് വരെ വാരിക്കൊണ്ടുപോയി. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ സർക്കാർ തുക അനുവദിച്ചിരുന്നതാണ്. എന്നാൽ 4 തൂണുകളും കോൺക്രീറ്റ് മേൽക്കൂരയും മാത്രമാണ് പണിതു തീർക്കാനായത്. നിലവിൽ നിർമ്മാണം പൂർണ്ണമായി നിലച്ച ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ അവരുടെ ഒരു തട്ടകമായി, അവരുടെ കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. കഞ്ചാവ് വിൽപ്പനയും അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്നിന്റെ അടിമകളായ അനേകം ചെറുപ്പക്കാർ ഒത്തുചേരുന്ന ഒരു പ്രദേശമായി ഇത് മാറി.
നേരം ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം ആയിട്ടുള്ള സ്ഥലമല്ല ഇത്, മറിച്ച് പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൃഷിഭവൻ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇപ്പം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ ഈ പ്രവർത്തനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കൃഷിഭവൻ നിർമ്മാണത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകും. അതിന് ഗവൺമെൻറ് അധികാരികളുടെ നിവേദനം നൽകിയിട്ടുണ്ട്. അതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറും. അപ്പർ കുട്ടനാടൻ മേഖലയിലെ കാർഷിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ട കൃഷിഭവൻ തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ കർഷകർ ആരോട് പരാതി പറയും? തങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് സമീപിക്കാനാകുന്ന രീതിയിൽ കൃഷിഭവൻ വീണ്ടും തിരികെ വരണമെന്ന ആവശ്യമാണ് പെരിങ്ങരയിലെ കർഷകർക്ക് പറയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കി മറയൂരിലും കാന്തല്ലൂരിലും ആപ്പിൾ സീസണിന് തുടക്കമായി. ഓണാവധി ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പാകമായ ആപ്പിൾ തോട്ടങ്ങൾ ദൃശ്യവിരുന്നൊരുക്കും. ഇടുക്കിയിലെ അഞ്ചുനാട് എന്നറിയപ്പെടുന്ന മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ തോട്ടങ്ങളിലാണ് ആപ്പിൾ സീസണിന് തുടക്കമായത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂക്കുന്ന ആപ്പിൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് പാകമാകുന്നത്. ഓഗസ്റ്റ് പകുതി എത്തുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തും. കാന്തല്ലൂരിലെ പെരുമല, ഗുഹനാഥപുരം, കുളച്ചുവയൽ എന്നീ ഗ്രാമങ്ങളിലാണ് ആപ്പിൾ കൃഷി ചെയ്യുന്നത്. ഗാല ഗോൾഡ്, റെഡ് ബിലീഷ്, റെഡ് ചീഫ്, മഹാരാജ, യെല്ലോ ആപ്പിൾ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. സ്വന്തം ആവശ്യത്തിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും മറ്റുമായി ഭാഗികമായാണ് മേഖലയിൽ ആപ്പിൾ കൃഷി. നല്ല രീതിയിൽ പരിപാലനം നൽകിയാൽ വളർച്ചയെത്തിയ ഒരു മരത്തിൽ നിന്ന് 100-ലധികം ആപ്പിളുകൾ ലഭിക്കും. വിനോദസഞ്ചാരികൾക്കാണ് ഇവ പ്രധാനമായും വിൽക്കുക. ഇവിടെ വിപണനം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് മേഖല ഉള്ളപ്പോൾ നമുക്കിവിടെ ഈ ടൂറിസ്റ്റുകാർ വരുന്നവർക്ക് തന്നെ നമ്മൾ പറിച്ചു കൊടുക്കുക. കുറച്ച് വലിയ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. കുറേശ്ശെ ഉള്ളതൊക്കെ അവർക്ക് തന്നെ കൊടുക്കുക. അവർ ഇതായിട്ട് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളൂ. ഇവിടെ പിന്നെ ഈ ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ടേ നമുക്ക് ഇവിടെ തന്നെ അത് പറിച്ചു കൊടുക്കും. എന്തുണ്ടായാലും നമുക്ക് ഇവിടെ തന്നെ പറിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആപ്പിൾ കൃഷിയിലെ സാധ്യതകൾ മനസ്സിലാക്കിയ കാന്തല്ലൂരിലെ ചില കർഷകരാണ് 15 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. ഇത് വൻ വിജയമായതോടെ ഒട്ടേറെ കർഷകരാണ് ഇപ്പോൾ മറയൂർ കാന്തല്ലൂർ മലനിരകളിൽ ആപ്പിൾ കൃഷി ചെയ്തു വരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. റോഡപകടങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിക്കുന്നതിന് പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു ഗതാഗത വകുപ്പ്. സംസ്ഥാനത്തുണ്ടാകുന്ന ഗുരുതര റോഡപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തി ദുരന്തങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കരയിലെ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതേസമയം അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തുണ്ടാകുന്ന എല്ലാ വലിയ റോഡപകടങ്ങളും ശാസ്ത്രീയമായി അന്വേഷിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. RTO, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം എഞ്ചിനീയർ, നാറ്റ്പാക് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നതായിരിക്കും സംഘം. അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. അപകടത്തിന് പിന്നാലെ ടിപ്പർ ലോറികൾക്കെതിരെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും നിർദ്ദേശം നൽകി. അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്ന ടിപ്പറുകളെ പ്രത്യേകമായി പരിശോധിക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. കൊട്ടാരക്കരയിൽ അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറിയുടെ ഡ്രൈവർക്ക് ടിപ്പർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ മതിയായ പരിചയമില്ലായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം അഴിച്ചുമാറ്റിയതായും ടയറുകൾ മാറ്റിയതായും സംശയമുണ്ട്. വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനുള്ള റിപ്പോർട്ട് RDO ബോർഡിന് കൈമാറും. അതേസമയം കൃത്യമായ പരിശോധന കൂടാതെയാണ് അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന കണ്ടെത്തലിനെ തുടർന്ന് കരുനാഗപ്പള്ളി സബ് RDO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുധിൻ ഗോപി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് S. കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ ടിപ്പർ ലോറികൾക്ക് ഏർപ്പെടുത്തിയ സമയ നിയന്ത്രണവും ദീർഘിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 3:30 മുതൽ 5 വരെ ടിപ്പർ ലോറികൾ റോഡിലിറങ്ങാൻ പാടില്ലെന്നാണ് പുതിയ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മണ്ണ് കയറ്റി അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ടിപ്പർ ലോറി ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം.
കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 27ലേക്ക് മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഇന്നലെ ജാമ്യം അനുവദിക്കാതിരുന്നത്. ഇതേ തുടർന്ന് ജിതിൻ ഭാസ്കർ കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിൽ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പെരുവട്ടൂർ കോതമംഗലം സ്വദേശികൾക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതേസമയം 2 പേർ രോഗമുക്തരായി. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ പേരിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന MBS യൂത്ത് കൊയറിലെ കൂട്ടുകാർ ചേർന്ന് MBS മ്യൂസിക് ക്ലബ്ബ് ആരംഭിച്ചു. കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ B അരുന്ധതി, കാവാലം ശ്രീകുമാർ, G ശ്രീറാം എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി മ്യൂസിക് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. MBS യൂത്ത് കൊയറിലെ പ്രവർത്തകർ മ്യൂസിക് ക്ലബ്ബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളുകളിൽ നീന്തൽ പഠനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി 3ാം ക്ലാസ്സുകാരി. കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിനി റന ഫാത്തിമയാണ് ഈ ആവശ്യവുമായി മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ട് നിവേദനം നൽകിയത്. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് 8 വയസ്സുകാരി റന ഫാത്തിമ സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി VD സതീശനെയും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. മരണങ്ങളില്ലാതാക്കാൻ എല്ലാ സ്കൂളിലും നീന്തൽക്കുളം വേണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA CK കാസിമിന്റെ നേതൃത്വത്തിലാണ് റനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സാമൂഹിക പ്രതിബദ്ധതയോടെ ഇത്തരമൊരു ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയ റനയുടെ ശ്രമത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒരുപോലെ പ്രശംസിച്ചു. റനയുടേത് വളരെ മികച്ചൊരു ചുവടുവെപ്പാണെന്നും ഈ ആവശ്യത്തെ ഏറെ ഗൗരവത്തോടെ കണ്ട് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പും ഇരുവരും നൽകി. തന്റെ 3ാം വയസ്സിൽ തോട്ടുമുക്കം ചെറുപുഴയിലൂടെ നിഷ്പ്രയാസം നീന്തിക്കയറിയ റനയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ രീതിയിൽ വൈറലായിരുന്നു. റനയുടെ അസാധ്യമായ നീന്തൽ വൈഭവം കണ്ട് മുൻപ് രാഹുൽ ഗാന്ധി MPയും നേരിട്ടെത്തി ഈ കൊച്ചുമിടുക്കിയെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ അപൂർവ നേട്ടം മുൻനിർത്തി മുക്കം നഗരസഭ തങ്ങളുടെ നീന്തിവാ മക്കളെ എന്ന ജനകീയ പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി റനയെ നിശ്ചയിച്ചിരുന്നു. നിവേദനം നൽകുന്നതിനൊപ്പം തന്നെ തന്റെ സ്കൂളിൽ നീന്തലറിയാത്ത സഹപാഠികൾക്ക് സ്വന്തം നിലയിൽ പരിശീലനം നൽകാനുള്ള ഒരുക്കങ്ങളും റന നടത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ റഫീഖ് തോട്ടുമുക്കത്തിന്റെയും റിഫാന റഫീഖിന്റെയും മൂത്ത മകളായ റനയെ തേടി ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.